ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് OET ലിസണിംഗ് പാർട്ട് എയിൽ എങ്ങനെ 24 ഔട്ട് ഓഫ് 24 നേടാമെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ലിസണിംഗ് പാർട്ട് എയിൽ 24 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 12 ക്വസ്റ്റ്യൻസ് വീതം 2 പാർട്ടായിട്ട്. അതിൽ 12 ക്വസ്റ്റ്യൻസിൽ നമുക്ക് റീഡ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ്സ് ആണ്. ഈ 30 സെക്കൻഡ്സിനെ നമ്മൾ എങ്ങനെ വൈസായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്കോറ്. ഈ 30 സെക്കൻഡ്സിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മുടെ ആൻസറിലേക്ക് അതെങ്ങനെയാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയും നമുക്കിത് നോക്കാം. നമ്മുടെ 30 സെക്കൻഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹെഡിങ്സും സബ് ഹെഡിങ്സും റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻസ്, അതായത് ആ ഡാഷിന് മുന്നിലുള്ള സെൻറ്റൻസും പിന്നിലുള്ള സെൻറ്റൻസും നമ്മൾ റീഡ് ചെയ്യുക. ആ സിറ്റുവേഷൻ മുഴുവനായിട്ട് നമ്മൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ 30 സെക്കൻഡ്സിനുള്ളിൽ അത് ഫുൾ റീഡ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ മുന്നിലുള്ളതും അതിന് ശേഷമുള്ളതും മാത്രം വായിക്കുക. അതിനുശേഷം വൺസ് ദ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ എൻ്റയർ സിറ്റുവേഷൻ വായിച്ച് നമ്മുടെ ലിസണിങ് കേട്ട് നമ്മുടെ ആൻസേഴ്സ് എഴുതാവുന്നതാണ്. ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് യൂട്യൂബിലുള്ള ഒരു മറിയ ടെല്ലർ ഏജ്ഡ് 52 എന്ന ഒരു മെറ്റീരിയലാണ്. നിങ്ങളത് പേര് സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ കിട്ടും. ഇതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ മെറ്റീരിയൽ എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യുക. ഇപ്പം എനിക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ ഇത് റീഡ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ ബൈ പ്രാക്ടീസ് ഇത് ആർക്കും നേടാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും വിഷമിക്കരുത്. അത് നിങ്ങൾ ഈ നമ്മുടെ യൂട്യൂബിലുള്ള ഈ മെറ്റീരിയൽസ് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ആ മെറ്റീരിയൽ വിസിബിൾ ആവുന്ന ടൈമിൽ നമ്മുടെ ഓഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ 12 ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. ആ ടൈമിൽ നമ്മൾ ഇച്ചിരി ടൈം എടുത്തായാലും കുഴപ്പമില്ല, നിങ്ങളത് പ്രെഡിക്റ്റ് ചെയ്യുക. ഓരോ നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ പ്രെഡിക്ഷൻ എന്താണോ അത് നിങ്ങളവിടെ എഴുതി വെക്കുക. അതിന് ശേഷം നിങ്ങൾ ആ ഓഡിയോ ഇട്ട് നമ്മൾ യൂഷ്വലി നമ്മൾ എങ്ങനെയാണോ ഒരു ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രെഡിക്ഷൻ ശരിയായിരുന്നോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങളൊരു നിങ്ങളൊരു സൈനാണ് അവിടെ പ്രെഡിക്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ ആൻസറിൽ നോക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടിയേക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത് ഒരു നെയിം ഓഫ് എ സൈൻ ഒന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ വരുമ്പോൾ അവിടെ ഒരു സൈൻ ആയിരിക്കണം. അതൊരു പെയിനോ ഫീവറോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് കറക്റ്റ് ആവുന്നുണ്ടെന്ന്. അങ്ങനെ ആ 12 ക്വസ്റ്റ്യൻസും നമ്മുടെ പ്രെഡിക്ഷൻ കറക്റ്റ് ആവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഡയറക്റ്റ് ലിസണിങ് പ്രാക്ടീസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എവിടെയാണോ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം നമ്മളുടെ പ്രെഡിക്ഷൻ കേപ്പബിലിറ്റിയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് നിങ്ങളെടുത്ത് ടൈം എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ നിങ്ങൾ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആ എക്സാം മാനറിൽ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുക. ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രെഡിക്ഷനിലുള്ള ആ കഴിവിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. 30 സെക്കൻഡ്സിനുള്ളിൽ നമുക്കിപ്പോൾ ടൈം കിട്ടിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ആ 30 സെക്കൻഡ്സിനുള്ളിൽ നമ്മളിതിനെ ആ കഴിവിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആദ്യം നമ്മളൊരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കാണും, ഇത് ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണെന്നുള്ളത്. അതായത് അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പ്രഡിക്ഷന് എളുപ്പമാകും. കാരണം ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും ഒരു ഹെൽത്ത് പ്രൊഫഷണലും തമ്മിലുള്ള ടോക്കാണ്, ഒരു കൺസൾട്ടേഷനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രഡിക്ഷനും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഗ്യാസ്ട്രോ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസും ഡയഗ്നോസിസും ഇൻവെസ്റ്റിഗേഷൻസും ആയിരിക്കും അതിനകത്ത് നമുക്ക് ആൻസേഴ്സായിട്ട് വരുന്നത്.
അതുപോലെ തന്നെ ഒരു ഓർത്തോ ഡോക്ടറാണെങ്കിൽ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസും സയൻസ് ആൻഡ് സിംറ്റംസും ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അതെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ആ ഓരോ ഹെഡിങ്സും പെട്ടെന്ന് വായിക്കുക. ഹെഡിങ്സ് വായിച്ചതിന് ശേഷം നമ്മുടെ ഡാഷിന് അപ്പുറവും ഇപ്പുറവുമുള്ള സെൻറ്റൻസ് വായിച്ച് പ്രെഡിക്റ്റ് ചെയ്ത് താഴോട്ട് പോവുക. ഇങ്ങനെയാണ് നമ്മുടെ ലിസണിങ് പാർട്ട് എയിൽ നമ്മുടെ ആൻസേഴ്സിന് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെറ്റീരിയലിലോട്ട് നോക്കാം. ഇതിനകത്ത് പേഷ്യൻ്റെ നെയിമാണ് ആദ്യം തന്നിരിക്കുന്നത്, മറിയ ടെല്ലർ, ഏജ് 52. പിന്നീടുള്ള ഹെഡിങ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസേൺസ് ആണ്. അതിനുള്ളിൽ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഹെഡിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് ആണ്. മൂന്നാമതായിട്ട് പാസ്റ്റ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. നാലാമത്തേതെന്ന് പറയുമ്പോൾ ഓൺ ഗോയിങ് മെഡിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ടെൻറ്റേറ്റീവ് ഡയഗ്നോസിസ് ആണ് അടുത്ത ഹെഡിങ്. ആറാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഏഴാമത്തത് അഡീഷണൽ ഇൻഫർമേഷൻ. എട്ടാമത്തത് ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇങ്ങനെയാണ് നമ്മുടെ ഹെഡിങ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രൈമറി കൺസേൺസിനകത്ത് 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെർസിസ്റ്റൻറ്റ് ജോയിൻറ്റ് ഡിസ്കംഫോർട്ട് ആൻഡ് റിജിഡിറ്റി ഫോർ എ ഡ്യൂറേഷൻ ഓഫ് ഡാഷ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പെർസിസ്റ്റൻറ്റ് ജോയിൻറ്റ് ഡിസ്കംഫോർട്ട് ആൻഡ് റിജിഡിറ്റി ഫോർ എ ഡ്യൂറേഷൻ ഓഫ് ഡാഷ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ജോയിൻറ്റ് ഡിസ്കംഫോർട്ടും റിജിഡിറ്റിയും എത്രയോ നാളായിട്ടുണ്ട്. അപ്പം ഡ്യൂറേഷൻ ഓഫ് എന്നൊരു ഇത് ഡാഷിന് മുന്നിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഒരു ടൈം ഫ്രെയിം ആയിരിക്കും അല്ലേ? ഇറ്റ് മേ ബി 2 weeks ഓർ 1 week അല്ലെങ്കിൽ ഒരു 1 month അല്ലെങ്കിൽ ഒരു 1 year, ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ നമ്മളവിടെ ടൈം എന്ന് പ്രഡിക്ഷൻ്റെ സ്ഥലത്ത് നമ്മൾ എഴുതുന്നു. പിന്നെ ഇതിനകത്ത് ഇതേപോലെ തന്നെ ആയിരിക്കത്തില്ല നമ്മളുടെ ഓഡിയോയിൽ കേൾക്കുന്നത്. ഈ പെർസിസ്റ്റൻ്റ് എന്നുള്ളതിന് പകരമായിട്ട് അതിൻ്റെ സിനോണിംസ് ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ ആയിരിക്കും പെർസിസ്റ്റൻ്റ്. അതുപോലെ എല്ലാം ഇതിനകത്ത് തന്നിരിക്കുന്ന അതേപോലെ നമുക്കൊരിക്കലും ഓഡിയോയിൽ കേൾക്കത്തില്ല. ഓരോ വാക്കുകളെയും അവർ സിനോണിംസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഓഡിയോയിൽ കേൾക്കുന്നത്. അപ്പം ഇതിൻ്റെ സിനോണിംസും കൂടെ നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ആൻസറിലോട്ട് ഇത് കേൾക്കുമ്പം പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. പെർസിസ്റ്റൻ്റ് എന്നുള്ളതിന് എന്താണ്? നമുക്കിപ്പം കണ്ടിന്യൂസ് എന്ന് യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ജോയിൻറ്റ് ഡിസ്കംഫോർട്ട് ആൻഡ് റിജിഡിറ്റി ഫോർ എ ഡ്യൂറേഷൻ ഓഫ് ഡാഷ്. അല്ലെങ്കിൽ എന്താണ്? നോൺ സ്റ്റോപ്പ്. പെർസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നോൺ സ്റ്റോപ്പ്. ഇതിൻ്റെ പെർസിസ്റ്റൻറ്റിൻ്റെ സിനോണിംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്, നോൺ സ്റ്റോപ്പ് അല്ലെങ്കിൽ ലാസ്റ്റിംഗ്, ഇങ്ങനെ വേർഡ്സ് നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ ഈ ടൈം ഫ്രെയിം തരുമ്പോൾ നമുക്ക് അതേ ഒരു ഓർഡറിൽ തന്നെ അവർ പറയണം എന്നില്ല. ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മെറ്റീരിയലിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പെർസിസ്റ്റൻറ്റ് ജോയിൻറ്റ് ഡിസ്കംഫോർട്ട് ആൻഡ് റിജിഡിറ്റി ഫോർ എ ഡ്യൂറേഷൻ ഓഫ് ഡാഷ്. നമുക്ക് ചിലപ്പോൾ ഓഡിയോയിൽ കേൾക്കുന്നത്, ഇപ്പം നമ്മുടെ ആൻസർ ഒരു 1 month ആയിട്ട് അവർക്ക് ഡിസ്കംഫോർട്ടും റിജിഡിറ്റിയും ഉണ്ടെന്നുള്ളതാണ്. 1 month എന്നാണ് നമ്മുടെ ആൻസർ എന്നിരിക്കട്ടെ. അവർ ചിലപ്പം പറയുന്നതെന്ന് പറയുമ്പോൾ 1 month ആയിട്ട് എനിക്ക് പെർസിസ്റ്റൻ്റ് ജോയിൻറ്റ് ഡിസ്കംഫോർട്ടും റിജിഡിറ്റിയും ഉണ്ട് എന്നായിരിക്കും പറയുന്നത്. നമ്മുടെ മെറ്റീരിയൽ പറഞ്ഞത് പെർസിസ്റ്റൻ്റ് ജോയിൻറ്റ് ഡിസ്കംഫോർട്ട് ആൻഡ് റിജിഡിറ്റി ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 1 month. അപ്പോൾ ആ 1 month നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ചാണെങ്കിൽ ലാസ്റ്റാണ് വരുന്നത്. പക്ഷേ അവർ ഓഡിയോയിൽ പറയുമ്പോൾ ആ 1 month ആദ്യം ഇട്ടിട്ട്, അതായത് ടൈം ഫ്രെയിം വരുമ്പോൾ ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അത്രയ്ക്കും കെയർഫുള്ളായിട്ടിരിക്കണം. ഇതിങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ടൈം ഫ്രെയിം പറയുവാണെങ്കിൽ, അതായത് ഇത് കണക്ക് 1 month, 2 month അല്ലെങ്കിൽ ഒരു 1996 അങ്ങനെ ഒക്കെയുള്ള ഒരു ഇയർ പറയുവാണെങ്കിൽ ഒക്കെ നമ്മുടെ ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് ഓഡിയോയിൽ വരാറുണ്ട്. മെറ്റീരിയലിൽ അതിൻ്റെ ആ ടൈം എന്ന് പറയുന്നത് വരുമ്പോൾ ലാസ്റ്റിലും
ഓഡിയോയിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ തുടക്കത്തിലുമായിട്ട്. അപ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആൻസർ കിട്ടുകയുള്ളൂ. പിന്നെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരാറുണ്ട്. പിന്നാണെങ്കിൽ ലിസ്റ്റ് ചെയ്ത് എന്തെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറേ പെയിന്, നോസിയ, വോമിറ്റിംഗ് അങ്ങനെ കുറച്ച് ലിസ്റ്റ് ആയിട്ട് തരുന്ന മെറ്റീരിയലിൽ നമുക്ക് ലിസ്റ്റായിട്ട് തരുവാണെങ്കിലും നമ്മുടെ ആ സിംറ്റംസ് ചിലപ്പം ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് അവർ ഓഡിയോയിൽ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം നമ്മുടെ ഓഡിയോ കേൾക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ടൈം ഫ്രെയിമും എന്തെങ്കിലും ലിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പിന്നെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസിനെ കൂടി പ്രെഡിക്റ്റ് ചെയ്തിരിക്കണം. അടുത്തത് ഇൻറ്റൻസിഫൈഡ് സിംറ്റംസ് ഡ്യൂറിങ് ഡാഷ് അവേഴ്സ്. സിംറ്റംസ് ഇൻറ്റൻസിഫൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സിനോണിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ സ്ട്രെങ്തൻ. നമ്മൾ സിംറ്റംസ് ആകുമ്പോൾ ഇൻക്രീസ് എന്നല്ല, സിംറ്റംസ് നമ്മൾ പറയുന്നത് എക്സാസെർബേറ്റ് ചെയ്തു എന്ന് പറയും. ഇൻറ്റൻസിഫൈഡ് സിംറ്റം ഡ്യൂറിങ് അവിടെയും ഒരു ടൈം ഫ്രെയിമാണ്. എപ്പോഴാണ് നമ്മുടെ സിംറ്റംസ് ഇൻറ്റൻസിഫൈഡ് ആയത്. അപ്പം അതിൻ്റെ ആൻസർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഒരു ടൈം അതിലെങ്കിൽ അതൊരു സ്ലീപ്പിംഗ് അവേഴ്സ് ആവാം, അല്ലെങ്കിൽ ഈവനിങ് അവേഴ്സ് ആവാം. ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ വെൻ എന്നിട്ട് ആ ഡ്യൂറിങ് എന്ന് പറയുമ്പോൾ ആ സമയം എപ്പോഴാണ് നമ്മുടെ സിംറ്റംസ് ഇൻറ്റൻസിഫൈഡ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ, ചലഞ്ചസ് ഇൻ എക്സിക്യൂട്ടിംഗ് ഡാഷ് ഡ്യൂ ടു ജോയിൻറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ചലഞ്ചസ് ഇൻ എക്സിക്യൂട്ടിംഗ് ഡാഷ് ഡ്യൂ ടു ജോയിൻറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് മൂലം എന്തിനോ ചലഞ്ചസ് ഉണ്ടായി. അപ്പം അവിടെ വരുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഒരു നെയിം ഓഫ് ആൻ ആക്ഷൻ. എന്തോ ഒരു ആക്ഷൻ ചെയ്യുമ്പോഴാണ് അവർക്ക് ചലഞ്ചസ് നേരിട്ടത്. എന്തുകൊണ്ട്? ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മൂലം അവർക്ക് എന്തോ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതൊരു ചലഞ്ചസ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം ഇപ്പം ചലഞ്ചസ് എന്നുള്ളതിന് ചിലപ്പം സിനോണിംസ് ആയിട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് ആണ്. ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സിൽ ഇവിടെ തന്നിരിക്കുന്നത് എവിഡൻറ്റ് ഇൻഫ്ലമേഷൻ ഇൻ ദ ഡാഷ്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് പ്രെഡിക്ഷൻസ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ആ സിറ്റുവേഷൻ ബേസ്ഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് ആൻസേഴ്സ് എഴുതാം. അതല്ലെങ്കിൽ അത് നമ്മുടെ ഗ്രമാറ്റിക്കൽ റൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇവിടെ ഗ്രമാറ്റിക്കൽ റൂൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇൻഫ്ലമേഷൻ ഇൻ ദ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലൊക്കേഷൻ ആയിരിക്കാം അല്ലേ. അപ്പം ഇൻഫ്ലമേഷൻ എവിടെയാണ് അതോടെ നമ്മൾ നാലാമത്തെ ആൻസർ പ്രെഡിക്റ്റ് ചെയ്യുവാണ് ലൊക്കേഷൻ. ഓക്കെ, അടുത്തത് നോട്ടബിൾ ഡാഷ് അപ്പിയറൻസ് ഇൻ ദ അഫക്റ്റഡ് ജോയിൻസ്. അഫക്റ്റഡ് ജോയിൻസിൽ എന്തോ നോട്ടീസ് ചെയ്ത് എന്താണ് അത്? അപ്പിയറൻസ് ഡാഷ് അപ്പിയറൻസ് ഇൻ ദ അഫക്റ്റഡ് ജോയിൻസ്. അപ്പം നമ്മുടെ ആൻസറായിട്ട് വരുന്ന ഹൗ ദ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നോട്ടബിൾ ഹൗ ദ അപ്പിയറൻസ് ഇൻ ദ അഫക്റ്റഡ് ജോയിൻസ്. ഇങ്ങനെയാണ് നമുക്കത് ആ അഫക്റ്റഡ് ജോയിൻസിനെ അപ്പിയർ ചെയ്തത്. എങ്ങനെയാണ് അത് അപ്പിയർ ചെയ്തത്? ഹൗ എന്ന ക്വസ്റ്റ്യൻ ഇടുക. ഇനി അടുത്തത് പാസ്റ്റ് മെഡിക്കൽ പ്രൊസീജിയറിനകത്ത് റിസീവ്ഡ് നീ ആർത്രോസ്കോപ്പി എബൌട്ട് 2 years ago ഡ്യൂ ടു എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിന് ശേഷം ഡാഷ് ഇടുവാണെങ്കിൽ അതിൻ്റെ റീസണാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നീ ആർത്രോസ്കോപ്പി 2 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു. എന്ത് കാരണത്താലാണ് നമ്മളത് ചെയ്തത് എന്നുള്ളതാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ ഒരു നെയിം ഓഫ് എ ഡിസീസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോബ്ലം കാരണം. അതായത് ഇപ്പം നമുക്കൊരു ജോയിൻറ്റ്
ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് വന്ന് അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നീ ആർത്രോസ്കോപ്പി ചെയ്തു. ഇങ്ങനെ അപ്പം എന്താണ് ഡ്യൂ ടു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ റീസൺ. അപ്പോൾ ഇവിടെ എന്താണ് മെഡിക്കൽ പ്രൊസീജിയറാണ്. അപ്പോൾ നെയിം ഓഫ് എ പ്രൊസീജിയർ ആയിരിക്കും നമുക്ക് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഓൺഗോയിങ് മെഡിക്കേഷൻസിനകത്ത് ഐബുപ്രോഫൻ ഡാഷ് ഫോർ പെയിൻ മാനേജ്മെൻറ്റ്. ഡാഷ് എന്ന് പറയുന്നത് ഒരു ബ്രാക്കറ്റിലാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഐബുപ്രോഫിനെ അവർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് ഐബുപ്രോഫിനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഇതെന്ന് പറയുമ്പോൾ ഒരു NSAIDs ആണ്. അപ്പം നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ആൻസർ ഒരു NSAIDs അല്ലെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഒരു അനാൽജസിക്സ് ഇങ്ങനെ ഏതെങ്കിലും രീതിയിലായിരിക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐബുപ്രോഫൻ എന്ന് പറയുന്നത് ഫോർ പെയിൻ മാനേജ്മെൻറ്റ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാനതിന് ആൻസർ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് വേണമെങ്കിൽ അതും നിങ്ങളുടെ കമൻ്റായിട്ട് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക. അടുത്ത ഹെഡിങ്സ് എന്ന് പറഞ്ഞാൽ ടെൻറ്റേറ്റീവ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഒരു പ്രിലിമിനറി ഡയഗ്നോസിസ്. നമ്മൾ ഡയഗ്നോസിസ് കൺഫേം ആക്കിയിട്ടില്ല, നമ്മൾ ആദ്യം ഇന്നതായിരിക്കാം എന്നൊരു സസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ടെൻറ്റേറ്റീവ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പോസിബിൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇൻഫേർഡ് ഫ്രം ഏജ്, സിംറ്റംസ്, സിംറ്റമറ്റോളജി ആൻഡ് ഇറ്റ്സ് ഡാഷ്. അപ്പം ഇവിടെ ഒരു കാര്യം ലിസ്റ്റ് ചെയ്തേക്കുവാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് അതിൻ്റെ ഓർഡർ ചിലപ്പം ചേഞ്ച് ചെയ്തായിരിക്കും ഓഡിയോയിൽ പറയുന്നത്. അതായത് എന്താണ് പോസിബിൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അവരുടെ ടെൻറ്റേറ്റീവ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്താണ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. അതെന്തൊക്കെ കാരണത്താലാണ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇൻഫേർഡ് ഫ്രം ഏജ്, സിംറ്റമറ്റോളജി ആൻഡ് ഇറ്റ്സ്. അപ്പോൾ അവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ബ്ലഡ് വർക്ക്, ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തത് പൊട്ടൻഷ്യൽ ഡാഷ് ടു ഫർദർ അസസ് ജോയിൻറ്റ് ഹെൽത്ത് അസസ് ചെയ്യാനായിട്ട് ഫർദറായിട്ട് എന്ത് ഇൻവെസ്റ്റിഗേഷനാണ്? അപ്പം നെയിം ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷനാണ് നമ്മുടെ 9th ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരിക. അടുത്തതെന്ന് പറയുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ. അതിനകത്ത് വരുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ വെയർ ദ ബോഡീസ് ഡിഫെൻസ് മെക്കാനിസം റോങ്ലി ടാർഗറ്റ്സ് ദ ഡാഷ്. എന്ന് പറയുമ്പോൾ എന്താണ് അത്? ടാർഗറ്റ്സ് എന്ന് വെച്ചാൽ അറ്റാക്ക് ദ. അപ്പം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഐഡൻറ്റിഫൈഡ് ആസ് an autoimmune condition where the body's defense mechanism wrongly targets. ഇറ്റ്സ് എ ലൊക്കേഷൻ. ബോഡി ഏത് പാർട്ടിനെയാണ് റോങ് ആയിട്ട് ടാർഗറ്റ് ചെയ്തത്, ഒരു ലൊക്കേഷനാണ് നമ്മൾ അവിടെ ആൻസറായിട്ട് വരുന്നത്. ദ റിസൾട്ട്സ് ഇൻ ഡാഷ് ഡിസ്കംഫോർട്ട്, ജോയിൻറ്റ് ഡാമേജ് ആൻഡ് ക്യാൻ ലീഡ് ടു പെർമനൻറ്റ് ജോയിൻറ്റ് ഡിഫോമിറ്റീസ്. അപ്പോൾ ഇവിടെയും ഒരു ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഓഡിയോയിൽ ഇത് ഓർഡർ ചേഞ്ച് ആയിരിക്കും ചിലപ്പം പറയുന്നത്. അതായത് പെർമനൻറ്റ് ജോയിൻറ്റ് ഡിഫോമിറ്റീസ്, ജോയിൻറ്റ് ഡാമേജ്, ഡിസ്കംഫോർട്ട്, അങ്ങനെ തിരിഞ്ഞ് വേണമെങ്കിലും വരാം. ദിസ് റിസൾട്ട്സ് ഇൻ എന്തിൻ്റെയോ ഫലമായിട്ട് ഡിസ്കംഫോർട്ട്, ജോയിൻറ്റ് ഡാമേജ് ആൻഡ് ക്യാൻ ലീഡ് ടു പെർമനൻറ്റ് ജോയിൻറ്റ് ഡിഫോമിറ്റീസ്. അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു പ്രോബ്ലത്തിൻ്റെ ഫലമായിട്ട്, റിസൾട്ട്സ് ഇൻ എന്ന് പറയുമ്പോൾ എന്തിൻ്റെയോ ഫലമായിട്ട്, അപ്പോൾ ഒരു പ്രോബ്ലം ആയിരിക്കും, നെയിം ഓഫ് എ പ്രോബ്ലം. അതിൻ്റെ ഫലമായിട്ട് ഡിസ്കംഫോർട്ടും ജോയിൻറ്റ് ഡാമേജും അത് പെർമനൻറ്റ് ജോയിൻറ്റ് ഡിഫോമിറ്റീസിലോട്ട് നയിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഡാഷ് ടു അലിവേറ്റ് ദ സിംറ്റംസ് ആൻഡ് സ്റ്റോപ്പ് ദ പ്രോഗ്രസ്. ഡാഷ് ടു അലിവേറ്റ് ദ സിംറ്റംസ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ അടിയിലാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ 12th ആൻസറായിട്ട് വരിക നെയിം ഓഫ് എ ട്രീറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ 30 സെക്കൻഡ്സിനുള്ളിൽ ഇത് റീഡ് ചെയ്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രാപ്തരായിരിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് 12 ഔട്ട് ഓഫ് 12 വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബൈ പ്രാക്ടീസിലൂടെ നമുക്കിത് നേടാൻ പറ്റും. ഇതിന് ആദ്യം നിങ്ങൾക്കിത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ മെറ്റീരിയൽസ് എടുത്തിങ്ങനെ ഡെയിലി ഒരു 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടൈം കൊടുത്ത് പ്രെഡിക്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം പ്രെഡിക്ഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കാണുമ്പോൾ ഇന്നത് വന്നാൽ ഇന്നതായിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 30 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടിയിരിക്കും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സിൻ്റെ കുറച്ച് സിനോണിംസും കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് അതും ഡെയിലി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോസ് ഇടാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.